പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. यीशु मसीह के नाम में सभी खुदावन के दासों को और सभी भाई बहनों को मेरा मसीही वंदन. ഈ ചേർച്ചിൽ വന്ന് ഇവിടുത്തെ ദൈവമക്കളുമായി ദൈവത്തെ ആരാധിക്കാൻ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ദൈവം തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ये चर्च में आके खुदावन के लोगों के साथ खुदावन की महिमा करने के लिए मिले हुए इस मौके के लिए मैं खुदावन को बहुत धन्यवाद देता हूँ. खुश हूँ. ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് ദൈവം എന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിപ്പിച്ച കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സ്പിരിച്വൽ കാര്യങ്ങളും അതുപോലെ എൻ്റെ ജീവിതത്തിലെ ആ കുറച്ച് അനുഭവങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. और ये मौके में मैं खुदावन ने जो मुझे कुछ सालों से सिखाया है वो बातों को मैं यहाँ पे रखना चाहती हूँ. എൻ്റെ പേര് ക്രിസ്റ്റി എന്നാണ്. मेरा नाम क्रिस्टी है. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ യുഎയിലായിരുന്നു. और मेरा जन्म और यहाँ पे मेरा पालन पोषण हुआ. സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഞാൻ കേരളത്തിലേക്ക് ഹയർ സ്റ്റഡീസിനായി പോകാനിടയായി. और यहाँ पे मेरा स्कूल एजुकेशन के बाद मैं इंडिया में वापस गई हायर एजुकेशन के लिए. അവിടെ ഞാൻ കോളേജ് എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ചേർച്ചിൽ ദൈവം എന്നെ ആക്കി വെക്കാനിടയായി. और जब मैं वहाँ पे कॉलेज एजुकेशन कर रही थी इंडिया में तो खुदावन ने वहाँ पे मेरे को एक चर्च में रखा. ആ ചേർച്ചിൽ വളരെ ഡീപ്പായിട്ട് ബൈബിൾ ടീച്ച് ചെയ്യുന്ന ഒരു ചേർച്ചാണ്. और वो जो चर्च जहाँ पे खुदा ने रखा वहाँ पे खुदावन के वचन को बहुत गहराई से सिखाया जाता था. അങ്ങനെ സ്പിരിച്വലി വളരെയധികം വളരാനും ഇറ്റേണൽ പെർസ്പെക്റ്റീവിലൂടെ ജീവിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. और उस प्रकार उस कलीसिया में रहते हुए खुदावन के वचन में बढ़ने के लिए और अनंत के लिए खुदा के साथ जो जिंदगी है उसमें ठहर के उस पर्सपेक्टिव से जीने के लिए खुदा ने मदद किया. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ചേർച്ചിൽ റോമൻസിന്റെ ഒരു ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. और उस समय में वो कलीसिया में रोमियो के किताब में से एक बाइबल का स्टडी चालू किया. ആ സ്റ്റഡിയിൽ കൂടി ഗോസ്പൽ വളരെ ഡീപ്പായിട്ട് വളരെ ആഴമായിട്ട് പഠിക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നു. और वो एक ऐसा अवसर था कि खुदावन के सुसमाचार को वहाँ के लोग बड़े गहराई से सीख सके. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഈ ഗോസ്പൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്ര ആഴത്തിൽ മനസ്സിലാക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നപ്പോൾ ഇത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കാനിടയായി. और जब मैंने वहाँ पे सुसमाचार को इतनी गहराई से रोमियो के किताब में से सीखा तो मेरे को समझ में आया कि जो मैं समझी हूँ ये दूसरों को भी समझाने का एक उत्तरदायित्व रिस्पॉन्सिबिलिटी मेरे ऊपर होता है. സോ ഞാൻ മനസ്സിലാക്കി ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ഷുഡ് കീപ് ടു മൈ സെൽഫ്. മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു കൺസേൺ എൻ്റെ ഉള്ളിലേക്ക് ദൈവം തന്നു. और उस समय में खुदावंद ने मेरे दिल में एक ऐसा विचार डाला कि जो मैं समझी हूँ वो सिर्फ मेरे में छिपा के रखने की बात नहीं बल्कि ये जो मैं समझी हूँ दूसरों तक भी मैं पहुँचाऊँ. അതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് ഗോസ്പൽ ഷെയർ ചെയ്യുന്നത് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ലെന്നായിരുന്നു. और उस समय तक मेरा यह चिंता हुआ करता था कि सुसमाचार को दूसरों को बताना इतनी बड़ी जिम्मेदारी नहीं है हमारी. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു സൈലന്റ് വിറ്റ്നസ് ആയിട്ട് ജീവിച്ചാൽ മതി. അതായത് ആരോടും ഗോസ്പലൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാതൃകയുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് ജീസസിനെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്താൽ മതി. അത് അവർ കാണുമല്ലോ, അതിൻ്റെ ആവശ്യമുള്ളൂ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് അതുവരെ. और वो समय तक मेरी चिंता इस प्रकार से थी कि मेरे को एक खामोश विश्वासी की तरह अच्छी जिंदगी मैं जी लूं तो मेरे को देख के लोग खुदावन को देख पाएंगे. ऐसा मेरा एक गलत फहमी था उस टाइम तक. പക്ഷേ ആ സ്റ്റഡിക്ക് ശേഷം അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ മനസ്സിലാക്കാനിടയായത് സൈലന്റ് വിറ്റ്നസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർക്കൊരു മാതൃകയുള്ള ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യാന്ന് ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എല്ലാ ക്രിസ്ത്യൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ബട്ട് ഇറ്റ് ഇസ് നെവർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഷെയറിംഗ് ദ ഗോസ്പൽ. लेकिन उस समय में रोमियो के किताब में से जो सुसमाचार मैंने सीखा तब जाके मेरे को समझ में आया कि हाँ एक अच्छी जिंदगी जीते हुए दूसरों को हमारे जरिए से खुदा को वो लोग देख पाए वो एक अच्छी बात है. लेकिन सिर्फ वो एक कारण हम उसको नहीं बना सकते कि हम दूसरों को अपने मुंह से सुसमाचार को ना बताए. ऐसा कारण नहीं बना सकते हैं. റോമൻസ് ചാപ്റ്റർ 10:14 പറയുന്നുണ്ട്. അവിടെ പോൾ പറയുന്നത് ഇങ്ങനെയാണ്: But how can they call on him to save them unless they believe in him? And how can they believe in him if they have never heard about him? And how can they hear about him unless someone tells them? ഇവിടെ പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ഈ സത്യം പറഞ്ഞു കൊടുക്കാതെ അവരതെങ്ങനെ കേൾക്കും, കേൾക്കാതെ അവരതെങ്ങനെ അവർ ബിലീവ് ചെയ്യും, അവരിത് വിശ്വസിക്കാതെ എങ്ങനെ അവർ രക്ഷിക്കപ്പെടും എന്നാണ് പോൾ ഇവിടെ പറയുന്നത്. देखिए जब हम रोमियो की किताब उसके 10वें अध्याय के 14वें वचन को पढ़ते हैं तो वहाँ पे लिखा हुआ है कि फिर जिस पर उन्होंने विश्वास नहीं किया
वो उसका नाम कैसे ले, और जिसके विषय सुना नहीं उस पर कैसे विश्वास करे, और प्रचारक बिना कैसे सुने, यानी वो बिना सुने किस पर कैसे विश्वास करे. അതുകൊണ്ട് അവർ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ ജീവിച്ചു പോയാൽ അവർ നിത്യമായിട്ടൊരു നാശത്തിലേക്കാണ് പോകുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. അവർക്ക് ഒരിക്കലും ഇത് മനസ്സിലാകാൻ പോകുന്നില്ല. നമ്മൾ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുക ആരോടും ഗോസ്പലൊന്നും ഷെയർ ചെയ്യാതെ അങ്ങനെ ജീവിച്ചാൽ പീപ്പിൾ വിൽ ഓൺലി അഡ്മയർ us. They will not know the only way to salvation. अब देखिए यहाँ पे जो लिखा है इसके दौरान हम ये समझ सकते हैं कि अगर जो लोग जिनको मसीह के बारे में, खुदा के बारे में मालूम नहीं है, उनको अगर हम खुदा के बारे में नहीं बताते हैं और चुप रहते हैं तो क्या हो जाएगा. वो लोग सोचेंगे कि ये बंदा अच्छी तरह से एक जिंदगी जीने वाला है, बस उतना ही वो समझ पाएंगे. जब हम उनको बताएंगे तब जाके वो खुदा के बारे में जानकर उन पर विश्वास कर कर वो रक्षा को प्राप्त कर पाएंगे. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഒരു ഗൈഡൻസ് തരുന്നത്, ഒരു ലീഫ്ലെറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഞാൻ പഠിച്ചതിൽ നിന്നും ഒരു സിമ്പിൾ വേർഡ്സിൽ എഴുതിയ ഒരു ലീഫ്ലെറ്റ് प्रिपेयर ചെയ്യാനായിട്ടാണ് ദൈവം ഗൈഡൻസ് തരുന്നത്. और उस समय में खुदावंद ने मेरे को एक ऐसा गाइडेंस दिया कि एक लीफलेट जो कि मैंने सीखा है खुदावंद के वचन में से, उन बातों को एक लीफलेट में लिखने के लिए. ആദ്യം അത് ഇംഗ്ലീഷിൽ എഴുതി, पहले मैंने उसको इंग्लिश में लिखा, പിന്നീട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. उसके बाद उसको मलयालम में ट्रांसलेट किया. അങ്ങനെ ബൾക്ക് കോപ്പീസ് എടുത്തിട്ട് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എവിടെ ഞാൻ പോകുമോ, മാർക്കറ്റിൽ പോകുമ്പോഴും ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴും കോളേജിൽ പോകുമ്പോഴും എല്ലാം ഈ ലീഫ്ലെറ്റ്സ് ഞാൻ ക്യാരി ചെയ്യും. और ऐसे में इन लीफलेट्स को लिखने के बाद उसको बड़े मायने में उसके कॉपियों को बना के, अगर मैं मार्केट में जाती हूँ, बस में जाती हूँ, जहाँ कहीं पे जाती हूँ, मेरे साथ वो मैं ले गई. എന്നിട്ട് ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നോ അവർക്കെല്ലാം ഈ ലീഫ്ലെറ്റ് കൊടുത്തിട്ട് വായിക്കാനായിട്ട് പറയും. और उसके बाद मैं जिन कहीं लोगों को मिलती थी उनको मैं वो देती थी और उनसे बताती थी कि वो ये पढ़ें. ഞാൻ ആക്ച്വലി ഈ ലീഫ്ലെറ്റ് പ്രിപ്പയർ ചെയ്തപ്പം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ, എനിക്ക് അറിയാവുന്ന ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സും നെയ്ബേഴ്സും റിലേറ്റീവ്സും അങ്ങനെയുള്ള ആൾക്കാർ ഒക്കെ ഈ സത്യം അറിയിക്കണം. അതായിരുന്നു എൻ്റെ ഉദ്ദേശം. और जब मैंने ये लीफलेट बनाया तो मेरी चिंता ये थी कि मेरे आसपास के लोग जिनको मैं जानती हूँ, मेरे दोस्त लोग, ऐसे लोगों को इस लीफलेट्स के जरिए से सुसमाचार को पहुंचाएं. പക്ഷേ ദൈവത്തിന് അതിലും വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാൻ ഇടയായത്. लेकिन खुदावंद को इस जरिए से इससे भी बहुत बड़ा एक उद्देश्य था करके मेरे को बाद में जाके समझ में आया. പിന്നെ എൻ്റെ കോളേജിലുള്ള എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കൊടുക്കാനിടയായി. അവർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. കാരണം ഞാനോട് എഴുതിയാന്ന് അറിഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യാനും വായിക്കാനും ഇടയായി. और मेरे कॉलेज में भी मैं अपने दोस्तों को ये सब दिया और वो लोग भी बड़े खुश थे क्योंकि उनमें से एक बंदे ने ये लिखा है करके वो लोग वो पढ़े और उसको समझने की कोशिश किए. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആയ ക്ലീനേഴ്സും സെക്യൂരിറ്റി അങ്ങനത്തെ ആൾക്കാർ, പിന്നെ ജൂനിയേഴ്സ്, സീനിയേഴ്സ്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ സത്യം അറിയിക്കാനായിട്ട് ദൈവം സഹായിച്ചു. और इसके जरिए से वो स्कूल के टीचर्स, प्रिंसिपल, मेरे सीनियर्स, जूनियर्स, टीचिंग स्टाफ, नॉन टीचिंग स्टाफ, वहाँ पे सभी लोगों को ये सुसमाचारों को बताने के लिए या फैलाने के लिए खुदावंद ने मदद किया. പിന്നെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. और जहाँ पे मेरा घर था केरला में, वहाँ पे एक टेम्पल था घर के पास. ആ ടെമ്പിളിൽ ധാരാളം ആൾക്കാർ എല്ലാ ദിവസവും ഏർലി മോർണിംഗിൽ പ്രാർത്ഥിക്കാനായിട്ട് വരും. और उस मंदिर में कई सारे लोग अपनी प्रार्थनाओं को बोलने के लिए वहाँ पे आते थे. അങ്ങനെയുള്ള ആളുകൾക്കും ഈ ലീഫ്ലെറ്റ് കൊടുക്കാൻ ദൈവം സഹായിച്ചു. और वो लोगों को भी ये लीफलेट मैंने जो है दिया वहाँ पे. അതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ടെമ്പിളിൽ വരും. ഉത്സവങ്ങൾ പറയല്ലോ, അങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പം, പിന്നെ മറ്റ് ചേർച്ചിലൊക്കെ പെരുന്നാൾ, അങ്ങനെ വലിയ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഗ്യാദർ ചെയ്യും, നാട്ടിലുള്ള എല്ലാവരും. അങ്ങനെയുള്ള സമയങ്ങളിൽ അവരുടെ അടുത്ത് ചെന്നിട്ട് ലീഫ്ലെറ്റ് കൊടുക്കാനിടയാവും. और उन सभी मंदिरों में जब बड़े बड़े त्योहार होते थे या फिर वहाँ के नामकारी कलीसियाओं में जब कोई जतरे वगैरह आते थे तो मैं वहाँ पे भी जाती थी. बहुत सारे लोगों का भीड़ हुआ करता था. ये लीफलेट मैं उनको देती थी. പിന്നെ ഹോളിഡേയ്സ് ഒക്കെ ആകുമ്പോൾ ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിൾ ഒരു 1 to 2 kilometers ട്രാവൽ ചെയ്ത് രാവിലെയും ആൾക്കാർക്ക്, അതായത് സ്കൂളിലും കോളേജിലും വർക്ക് പ്ലേസിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഈ ലീഫ്ലെറ്റ് കൊടുക്കാനായിട്ടും ഇടയായിട്ടുണ്ട്. और छुट्टियों के दिन में साइकिल को लेके 1-2 किलोमीटर के जगहों में जाके वहाँ पे लोगों को जब मिलती थी उनको मैं ये ट्रैक्ट देती थी. ബാഡ് റെസ്പോൺസസും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കൂടുതലും നല്ല റെസ്പോൺസസ് ആയിരുന്നു. और कई सारे लोग अच्छा रिस्पॉन्स भी देते थे, लेकिन सिर्फ अच्छा ही नहीं बल्कि बुरे रिस्पॉन्स भी हुए हैं.
അങ്ങനെ അത് അവിടുത്തെ കോളേജിലെ എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പം 1 ഇയർ ഇന്റേൺഷിപ്പിനായിട്ട് ദേവനെ ഒരു ഹോസ്പിറ്റലിലാക്കി വെച്ചു. और उसके बाद जब मेरा कॉलेज का पढ़ाई ख़त्म हुआ तो उसके बाद 1 साल के लिए इंटर्नशिप के लिए एक हॉस्पिटल में मेरे को भर्ती हुआ. അവിടെ ആയിരുന്നപ്പം അവിടുത്തെ സ്റ്റാഫ്സിനും ഡോക്ടേഴ്സിനും നഴ്സസിനും പിന്നെ മറ്റ് സ്റ്റാഫ്സിനും ഒക്കെ ഈ സത്യം അറിയിക്കാൻ ദൈവം സഹായിച്ചു. और वहाँ पे जब मैं थी तो वहाँ के डॉक्टर्स, नर्सेस, स्टाफ्स सभी लोगों को ये सुसमाचार बताने के लिए खुदा ने अवसर दिया. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് വേറെ രീതിയിൽ ദൈവം ഉപയോഗിക്കാൻ ഇടയായി. लेकिन उस सबसे बढ़कर खुदावंद ने और एक तरीके से वहाँ पे इस्तेमाल किया. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം ധാരാളം പേഷ്യൻസ് ഉള്ള സ്ഥലമാണ്. അവരൊക്കെ വളരെ നിരാശയിലും ഫിസിക്കലിയും ഇമോഷണലിയും വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവരെല്ലാം ആയിരിക്കുന്നത്. हम जानते हैं कि जैसे कि अस्पताल में कई सारे लोग आते हैं, वो बीमार रहते हैं और इसके दौरान उनकी जो मानसिक अवस्था है, शारीरिक अवस्था में वो बड़े कमज़ोर रहते हैं. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അവരെ എൻകറേജ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പിന്നെ ജീസസിനെ പറ്റി അവരോട് ഷെയർ ചെയ്യുകയും ലീഫ്ലെറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. और मैं उनके पास जाके उनको एनकरेज करके बात करती थी, उनके बारे में ख्याल रखते हुए यीशु मसीह के बारे में और बताते हुए उनको वो लीफलेट भी दिया करती थी. നമ്മൾ നോക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമാണ്, അവരുടെ അടുത്ത് ചെല്ലുക, എൻകറേജ് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവർക്കത് വലിയൊരു ആശ്വാസമാണ് അവരിൽ തന്നെ പിന്നീട് മനസ്സിലാക്കാനിടയായി. और ऐसा हमको पहले तो लगता था कि ये कोई बड़ी बात नहीं है कि हम उनसे जाके बात कर रहे हैं, उनके लिए दुआ कर रहे हैं, उनसे कुछ कह रहे हैं, लेकिन बाद में जाके ये समझ में आया कि हमारे लिए भले ही छोटी बात है, ये सब उन लोगों के लिए बड़ी बात है करके उनसे ही समझने के लिए खुदा ने अवसर दिया. അതുപോലെ അവർ വളരെ ഹെൽപ്ലെസ് ആയ ഒരു സ്റ്റേറ്റിലായതുകൊണ്ട് അവർ ഏത് റിലീജിയനിൽ പെട്ട ആളുകളാണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും ജീസസിനെ കുറിച്ച് പറയുമ്പോഴും വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യായിരുന്നു. और वो एक बहुत ही तनाव भरे अवस्था में से, मुसीबतों में से वो समय में गुजरते हैं करके, भले ही वो कोई भी जाति के हो, लेकिन वो खुदा के बारे में सुनने के लिए उत्सुक रहते थे और जो हम बातें कहते हैं उनको वो समझने की कोशिश करते थे. അങ്ങനെ 1 ഇയർ ഇന്റേൺഷിപ്പ് അവിടെ കംപ്ലീറ്റ് ചെയ്തപ്പം അടുത്തത് ദേവനെ ആക്കി വെച്ചത് വേറൊരു സ്റ്റേറ്റിലാണ്, തമിഴ്നാടു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലോർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. और उस हॉस्पिटल में 1 साल खत्म होने के बाद खुदावंद ने मेरे को तमिलनाडु में CMC मेडिकल कॉलेज में, क्रिश्चियन मेडिकल कॉलेज वेल्लोर में, वहाँ पे खुदावंद ने रखा. അവിടെ പോകാൻ നേരം ദൈവം എനിക്ക് തന്ന വിഷൻ ഇതായിരുന്നു. അതൊരു ഹൈലി റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം ഒരു പ്രൊഫഷണലി വലിയ ഉന്നത സ്ഥാനത്ത് എത്തിക്കാനോ വലിയ ആളാക്കാനോ വേണ്ടിയിട്ടല്ല. അവിടെ ഒരു കൂട്ടം ആളുകൾ യേശുവിനെ അറിയാതെ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് ഈ സത്യം അറിയിക്കാൻ വേണ്ടിയിട്ടും അനേക സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമായി തീരാൻ വേണ്ടിയിട്ടുമാണെന്നാണ് ദൈവം എനിക്ക് തന്നിരുന്ന വിഷൻ. और ये जो CMC वेल्लोर है वो इंडिया में बहुत ही रेप्यूटेड एक हॉस्पिटल है. तो वहाँ पे जाने का मकसद खुदावंद ने मेरे को ऐसे समझाया कि वहाँ पे जाके तुम्हारे करियर में एक बहुत बड़ा ग्रोथ, उससे बढ़कर वहाँ पे जो लोग आ रहे हैं उनको मसीह के बारे में समझाने के लिए और उस तरफ से उनको एक रक्षा की तरफ लेके जाने के लिए, उनको एक तसल्ली उस प्रकार से प्राप्त होने के लिए खुदावंद इस्तेमाल करें. അതിന് ജോലി ഒരു മുഖാന്തരം മാത്രമായിരുന്നു അവിടെ ദൈവം ആക്കി വെക്കാനുള്ള എന്നാണ് ദൈവം മനസ്സിലാക്കി തന്നത്. और खुदावंद ने ये भी समझाया कि ये सभी खुदा के कामों को पूरा करने के लिए काम तुम्हारे लिए एक सिर्फ जरिया रहेगा. അവിടെ ചെന്നപ്പോൾ അവിടെയും നേരത്തെയൊക്കെ പേഷ്യൻസിൻ്റെ അടുത്ത് ചെന്ന് ദൈവവചനം പറയുകയും മറ്റുള്ള ആൾക്കാരോടൊക്കെ പറയുകയും ചെയ്യുന്ന പോലെ ഇവിടെയും ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാനൊരു മേജർ ചലഞ്ച് ഫേസ് ചെയ്ത് ലാംഗ്വേജ് ആയിരുന്നു. പല ലാംഗ്വേജ് ഉള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. ആ ലാംഗ്വേജസ് ഒന്നും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലായിരുന്നു. और ऐसे वहाँ पे जाके और भी सामर्थ्य से खुदावंद के सुसमाचार को फैलाऊंगी करके मैं मन में तो सोचा, लेकिन जब मैं वहाँ पे पहुँची तो समझ में आया कि ये एक दूसरा स्टेट है, तो वहाँ पे भाषा अलग है और उस हॉस्पिटल में जो लोग आते हैं वो विभिन्न प्रकार के भाषा बोलने वाले लोग आते थे और मेरे को उनकी जुबान समझ में नहीं आती थी. അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ഡിസ്കറേജ്ഡ് ആയി. പിന്നീട് തമിഴിലേക്ക് ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ചേർച്ചിലുള്ള പാസ്റ്ററിന്റെ ഹെൽപ്പോടുകൂടി തമിഴിലേക്ക് ഞാൻ എഴുതിയ ലീഫ്ലെറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇടയായി. और ऐसे पहले तो जरा तकलीफों में से गुजरना पड़ा कि मैं सुसमाचार को नहीं फैला पा रही हूँ. बाद में जिस कलीसिया में हम जाते थे वहाँ के तमिल पास्टर के मदद से वो लीफलेट को तमिल में ट्रांसलेट किया गया. അങ്ങനെ തമിഴിലെ ലീഫ്ലെറ്റ് കിട്ടിയപ്പം പിന്നെ അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള നാട്ടുകാർക്കും അതുപോലെ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം കൂടെ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിനും ഒക്കെ ഈ ലീഫ്ലെറ്റ് കൊടുക്കുമായിരുന്നു. और ऐसे ट्रांसलेट किए हुए उस लीफलेट को मैं वहाँ के हमारे पड़ोसी लोगों को, और जैसे कि हम बस में वगैरह सफ़र करते थे तो बस में आने वाले लोगों को भी हम यह दिया करते थे.
അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പം എൻ്റെ അടുത്തിരുന്നത് ഒരു മിഡിൽ ഏജ്ഡ് ലേഡി ആയിരുന്നു. और ऐसे एक बार जब मैं बस में सफ़र कर रही थी तो मेरे पास एक मिडिल ईस्ट से एक लेडी पास बैठी थी. അങ്ങനെ ഞാൻ പതിവ് പോലെ ആ ആൻറ്റിക്കും ഈ ലീഫ്ലെറ്റ് കൊടുക്കാനിടയായി. പക്ഷേ ആൻറ്റി പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയത്തില്ല, സ്കൂളിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. और ऐसे में जब मैंने उस आंटी को ये लीफलेट दिया तो उन्होंने बताया कि मैं ये जुबान को नहीं समझ पाती हूँ, इसलिए मेरे को इसकी ज़रूरत नहीं है. അപ്പോൾ ദൈവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു, ഏതായാലും ലീഫ്ലെറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ആകുമ്പം ഒന്നും വേണ്ട, സംസാരിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും സാരമില്ല, ജസ്റ്റ് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് തമ്മിൽ പറയാൻ അറിയായിരുന്നു, അത്രയും പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. और मैंने सोचा कि चलो इनको अभी जुबान तो नहीं आती है, तो एक काम करते हैं, इनको तमिल में यीशु तुमसे प्यार करता है करके बताऊंगी, ऐसे मैंने सोचा. അങ്ങനെ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തമ്മിൽ പറയാനിടയായി. അപ്പം ഞാൻ പ്രതീക്ഷയെക്കാട്ടി ഒരു പ്രതീക്ഷ റെസ്പോൺസ് അല്ലായിരുന്നു കിട്ടിയത്. ആ ആൻറ്റി പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. और मैंने उनको उनके तमिल की ज़ुबान में उनको मैंने कहा कि यीशु आपसे प्यार करता है, और जिस प्रकार मैंने सोचा कि वो उत्तर देंगे वैसा नहीं था, बल्कि वो ज़ोर ज़ोर से रोने लगी. ആ ഒറ്റ ഒരു വാക്ക് ആൻറ്റിയുടെ ഹൃദയത്തിൽ സ്പർശിക്കാനിടയായി. और वो जो एक लफ्ज़ मैंने बोला कि यीशु तुमसे प्यार करते हैं, वो उस आंटी के दिल को छू गई. കൂടുതലൊന്നും സംസാരിക്കാനും ദൈവവചനം പറയാനും എന്ന് എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് പറ്റിയില്ല. പക്ഷേ ഞാൻ ആൻറ്റിക്ക് വേണ്ടി പിന്നീട് പ്രാർത്ഥിക്കാനിടയായി. और ज़्यादा तो मैं उनसे नहीं बोल सकी क्योंकि भाषा मालूम नहीं थी, और मैंने बाद में जाके आंटी के लिए प्रार्थना किया. ഇപ്പോൾ ആ ഒറ്റ വാക്യമുള്ളതിലും അതൊരു വിത്തായിട്ട് ആൻറ്റിയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് ദൈവം പിന്നീട് ഒരു സാഹചര്യത്തിൽ കൂടുതൽ വചനം കേൾക്കാൻ ആൻറ്റിക്ക് അവസരം കൊടുത്ത് അത് പിന്നീട് ബലം കായ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं ऐसे विश्वास करती हूँ कि देखिए, भले ज़्यादा तो मैं उनको नहीं बता पाई, लेकिन ये एक बात मैंने उनको जो बोला, जो उनके दिल को छू गई, ज़रूर भविष्य में जाके ये एक बीज के समान उनके दिल में ये बोया गया और बाद में वो फल देगा करके मैं विश्वास करती हूँ. നമുക്ക് എല്ലാ സാഹചര്യത്തിലും വലിയ വലിയ കാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ വെച്ച് അത് ചെറിയ കാര്യമാണെങ്കിലും സാരമില്ല, അത് ചെയ്താൽ ആ ഒരു ചെറിയ കാര്യത്തിൽ കൂടിയും ദൈവത്തിന് വലിയ പ്രവൃത്തി അനേകരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. और देखिए, हो सकता है कि हम बड़े बड़े कामों को तो शायद हर समय में ना कर पाए, लेकिन जो छोटे बातों को खुदा हमसे करवा रहे हैं, अगर वो हम करेंगे तो बाद में जाके उनमें से फल आएगा. പിന്നെ വേറൊരു പ്രാവശ്യം ഞാനായിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ടപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു. ഒരു തമിഴ്നാട്ടിലെ തന്നെ നേറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. और एक बार ऐसे हुआ कि जिस डिपार्टमेंट में मैं काम करती हूँ उसके अगले डिपार्टमेंट में एक तमिलियन एक अटेंडर थे. അദ്ദേഹത്തെ ഇങ്ങനെ മിക്കവാറും ആ വഴിയിലൊക്കെ പോകുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. और उनको कई सारे बार मैं उस रास्ते से आते जाते देखती थी. അങ്ങനെ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച് അദ്ദേഹത്തിന് ഒരു ലീഫ്ലെറ്റ് കൊടുക്കണം തമിഴിലുള്ളതെന്ന്. और ऐसे में खुदावंद ने मेरे दिल में ऐसा सुझाव दिया कि इस बंदे को एक लीफलेट देंगे. അങ്ങനെ ഞാൻ ഒരു ദിവസം ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് ഞാൻ എഴുതിയൊരു ലീഫ്ലെറ്റാ, ഇത് വായിക്കണേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനിടയായി. और ऐसे में एक दिन मैं उनके पास गई और उनसे कहा कि ये जो लीफलेट है मैंने लिखा है, आप जरा इसको पढ़ के देखें. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഞാൻ വീണ്ടും വഴിയിൽ മീറ്റ് ചെയ്യാനിടയായി. और कुछ दिनों के बाद मैंने इस अंकल को कुछ रास्ते में मैंने मिला. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അന്ന് തന്നെ ലീഫ്ലെറ്റ് ഇല്ലേ, അത് ഞാൻ വായിച്ചായിരുന്നു, അത് വളരെ നല്ലൊരു മെസ്സേജ് ആണല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഞാൻ എൻ്റെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന അറ്റൻഡേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം ഞാനിത് ഷെയർ ചെയ്യുകയും ചെയ്തു എന്ന് പറയാനിടയായി. और ऐसे में उस अटेंडर ने मेरे को इस प्रकार से कहा कि तुमने जो लिखा है वो बहुत बढ़िया बात लिखा था, और उसमें से बहुत अच्छी तरह से मैं उसको पढ़ा, और मैंने सिर्फ पढ़ा ही नहीं बल्कि मेरे जो दूसरे जगहों में काम करने वाले अटेंडर लोग हैं उन सभी लोगों को मैंने ये समाचार शेयर किया करके उन्होंने मेरे को बताया. പിന്നീട് ഞാൻ മനസ്സിലാക്കാനിടയായത് എൻ്റെ ചേർച്ചിലുള്ള ഒരു ആൻറ്റി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ആൻറ്റി പറയാനിടയായത് ആ അറ്റൻഡർ എന്ന് പറഞ്ഞാൽ നേരത്തെ അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രെയറൊക്കെ നടക്കുന്ന സമയത്ത് രാവിലെ അദ്ദേഹം വന്ന് മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസോ എന്തെങ്കിലും തരത്തിൽ ആ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. और बाद में मेरे को समझ में आया कि ये जो अटेंडर ने ऐसे अच्छे बातों को मेरे से कहा, वही बंदा उनके डिपार्टमेंट में प्रेयर हुआ करता था. तो ये बंदा एक ऐसा इंसान था जो कि हमेशा ये प्रेयर को किसी न किसी रुकावट वहाँ पे डालने के लिए कोशिश करने वाला बंदा था. ये അങ്ങനെയുള്ള ഒരു അദ്ദേഹം വേറൊരു
റിലീജിയനിൽ പെട്ട ആളാണ്, ക്രിസ്ത്യൻ അല്ല. അങ്ങനെയുള്ള ക്രിസ്ത്യാനിറ്റിയിൽ ഒരു താല്പര്യമുള്ള ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഈ മെസ്സേജ് അദ്ദേഹം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കാനും മാത്രമല്ല, he considered it worth sharing with other people. अब देखिए, एक ऐसा इंसान जो कि एक दूसरे रिलीजन से बिलोंग करता है और ऐसे प्रार्थनाओं को रुकावट करने की कोशिश वो करता था, लेकिन ये लीफलेट को पढ़ने के बाद उसको ऐसा लगा कि ये एक अच्छी बात है और वो खुद से इस बातों को अपने दोस्तों के पास जाके फैलाने की कोशिश भी कर रहा था. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു മിഷണറി ഫാമിലിയെ പരിചയപ്പെടാനിടയായി. ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു മിഷണറി ഫാമിലിയാണത്. और ऐसे में मैंने एक मिशनरी फैमिली को भी मेरा पहचान हुआ जो कि केरल से हैं, लेकिन वो हिंदी बातें करने वाले भाषा में बोलने वाले लोगों के बीच में अपने काम को करते थे. അങ്ങനെ അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരുടെ ഇടയിലും ചെല്ലും. എനിക്ക് അധികം ഹിന്ദി സ്പീക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സെൻറ്റൻസസ് ഒക്കെ ഇനീഷ്യലി പരിചയപ്പെടാൻ വേണ്ടി പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് അവരുമായിട്ടൊരു ഇനീഷ്യൽ അവരോട് പരിചയപ്പെട്ടതിന് ശേഷം അവരെ കൂട്ടിക്കൊണ്ട് ഈ മിഷണറി ഫാമിലി നടത്തുന്ന ചേർച്ചിലേക്ക് കൊണ്ടുപോയും പിന്നെ അതുപോലെ അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്യും. പിന്നെ അവർ കൂടുതൽ വചനം ഈ ആൾക്കാരോട് പറഞ്ഞു കൊടുത്ത് അവരെ ഗോസ്പലൊക്കെ നന്നായി ഷെയർ ചെയ്യുകയും ചെയ്യാനിടയാവും. और ऐसे में ऐसा हुआ कि मैंने क्या किया कि थोड़े हिंदी के शब्दों को मैंने सीखा ताकि मैं जितना चाहे थोड़ा जितना मर्जी नहीं बल्कि थोड़ा थोड़ा तो हिंदी में मैं सुसमाचार को फैला सकूं. और इस प्रकार से जैसे कि खुदावंद के वचन को मैंने हिंदी बात करने वाले लोगों को थोड़ी थोड़ी रीति से समझाया, और जैसे कि बाद में उन लोगों को लेके ये मिशनरी लोगों के कलीसिया में लेके आके बाद में वो लोग वचन भी सीख पाए. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം ലീവിനായിട്ട് കേരളത്തിലേക്ക് പോകാനിടയായി കുറച്ച് ദിവസങ്ങളിലേക്ക്. और ऐसे में एक दिन मैं लीव के लिए केरला में वापस आई. അങ്ങനെ അവിടെ ആയിരുന്നപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു ടെസ്റ്റ് മണി ഷെയർ ചെയ്യാനായിട്ട്. और ऐसे में खुदावंद के गवाही को बताने के लिए एक मौका मेरे को मिला. ഞാൻ ആയിരിക്കുന്ന ചേർച്ചിൽ തന്നെ जिस कलीसिया में मैं हूँ वहाँ पे गवाही देने के लिए मौका मिला. അങ്ങനെ ഞാൻ ആ ടെസ്റ്റ് മണി ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം അനേക ആൾക്കാർ എൻകറേജ് ചെയ്യാനിടയായി. और ऐसे में जब मैंने अपनी गवाही अपने कलीसिया में दी तो कई सारे लोगों ने मेरे को एनकरेज किया. മാത്രമല്ല പല ആൾക്കാർ ഇനീഷ്യേറ്റീവ് എടുത്തു പല ലാംഗ്വേജസിലേക്ക് ഞാൻ എഴുതിയ ലീഫ്ലെറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. और कई सारे लोगों ने ऐसे उत्साहित होते हुए जो मैंने लीफलेट्स लिखे थे उसको कई सारी भाषाओं में अनुवाद करने के लिए वो लोग उत्साहित हुए. അങ്ങനെ 7 ലാംഗ്വേജസിലോളം അത് ട്രാൻസ്ലേറ്റ് ആക്കാനിടയായി. और इस प्रकार से 7 भाषाओं में वो लीफलेट को ट्रांसलेट किया गया. ഈ സമയത്ത് പാസ്റ്റർ ബ്ലസ്സിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ട്രാൻസ്ലേഷന് ഹെൽപ്പ് ചെയ്തായിരുന്നു. और पास्टर ब्लसन जी को भी मैं इस दौर में धन्यवाद देती हूँ क्योंकि उन्होंने भी ट्रांसलेट करने के लिए मदद किया. അതുപോലെ ഈ ചേർച്ചിൽ വരുന്ന ഡോണ ചേച്ചിയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെയധികം എന്നെ എൻകറേജ് ചെയ്തു. और ये कलीसिया में आने वाली डोना सिस्टर को भी धन्यवाद देती हूँ, उन्होंने बहुत एनकरेज किया. അങ്ങനെ ഇത്രയും ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയപ്പം പിന്നീട് ഞാൻ തിരിച്ച് അവിടെ CMCയിൽ പോയപ്പം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട്. और इस दौरान जबकि ये लीफलेट्स को ट्रांसलेट किया गया इतने भाषाओं में, तो मैं जब वापस काम के लिए CMC में गई तो वहाँ पे ये सुसमाचार फैलाना और भी आसान हो गया. പിന്നെ ഞാൻ എല്ലാ ഭാഷക്കാരുടെ അടുത്തും കുറെ കൂടെ ധൈര്യമായിട്ട് ചെല്ലും. കാരണം അവർ ഇനീഷ്യലി ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കും. എന്നിട്ട് ഞാൻ ഈ ലീഫ്ലെറ്റ് അവർക്ക് കൊടുക്കും. അവർ വളരെ സന്തോഷത്തോടെ ഇത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ തന്നെ അവർ അതിരുന്ന് വായിക്കുകയും ചെയ്യും. और ऐसे में कई सारे भाषा बोलने वाले लोगों के पास मैं उनके भाषाओं के कुछ शब्दों को सीख के जाके उनको पहचान करके ये लीफलेट मैं उनको देती थी उनकी भाषा की, तो वो बड़े गौर से उसको पढ़ते थे. അങ്ങനെ അനേക സ്റ്റേറ്റ്സിലുള്ള മറ്റ് ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസിൽ നിന്ന് ആൾക്കാർ അവിടെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്റ്റേറ്റ്സിലും പല കൺട്രീസിലും ഉള്ള ആൾക്കാരോട് ഭാഷ അറിയത്തില്ല എന്ന കാരണം ഉണ്ടായിട്ട് പോലും ദൈവം അനേക ആൾക്കാർക്ക് ഈ സത്യവചനം എത്തിക്കാൻ ദൈവം അവസരം നൽകി. और इस प्रकार से सिर्फ इंडिया के कई सारे स्टेट से ही नहीं बल्कि इंडिया के बाहर के मुल्कों से भी जो लोग वहाँ पे आते थे उनके पास जाके खुदावंद के ये सुसमाचार को फैलाने के लिए खुदावंद ने अवसर दिया. അപ്പം നമുക്ക് യൂഷ്വലി ഗോസ്പൽ ഷെയർ ചെയ്യാനുള്ള ഒരു മെയിൻ തടസ്സമാണ് നമ്മുടെ സ്വന്തം ലിമിറ്റേഷൻസ് തന്നെ. നമുക്ക് എനിക്ക് ധൈര്യമില്ല, അല്ലെ എനിക്ക് ലാംഗ്വേജ് അറിയില്ല, അങ്ങനെ പല തടസ്സങ്ങൾ പല വീക്ക്നെസ്സും ലിമിറ്റേഷൻസും കാരണം നമ്മൾ പലപ്പോഴും ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട് മടിക്കും. और देखिए कई बार ऐसे होता है कि हम अपने ही कमियों के कारण हम ऐसे सोचते हैं कि मेरे को ये कमी है वो कमी है करके हम सुसमाचार को फैलाने से अपने आप में एक रोक ला देते हैं. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നിന്നും അല്ലെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാക്കാൻ ഇടയായത്
ഈ നമ്മുടെ ഒരു തടസ്സങ്ങളും വീക്ക്നെസ്സും ഒന്നും നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു തടസ്സമേ അല്ല. लेकिन मेरे खुद की जिंदगी से मेरे को ये समझ में आया कि हमारी जिंदगी की कोई भी कमी या घटी खुदावंद के काम को करने के लिए, खुदावंद हमें इस्तेमाल करने के लिए कोई रुकावट नहीं है. എനിക്ക് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് മുതലേ വളരെ വീക്കായിട്ടുള്ള ഒരാളായിരുന്നു. ആരോട് എല്ലാവരോടും സംസാരിക്കാൻ ഭയമുള്ള ഒരാൾ. പേര് ചോദിച്ചാൽ തന്നെ എനിക്ക് ധൈര്യം ഇല്ലായിരുന്നു പറയാൻ. അതുപോലെ ധൈര്യം ഇല്ലാത്ത ഒരു വീക്കായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. और मेरे बारे में भी कहा जाए तो मेरे में कई सारी कमी थी, जैसे कि मैं बहुत ही कमज़ोर हुआ करती थी और लोग अगर मेरे से मेरा नाम भी पूछे तो मेरे को बताने के लिए मैं झिझकती थी. ऐसा एक स्वभाव था मेरा. അങ്ങനെയുള്ളൊരു വീക്ക് ആളെയാണ് പിന്നീട് ദൈവം സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോലും ചെന്ന് ധൈര്യത്തോടെ ദൈവവചനം എത്തിക്കാനായിട്ട് ദൈവം कृपा നൽകിയത്. और देखिए ऐसे एक कमजोर एक इंसान को खुदावंद ने जाके, देखिए अपरिचित लोगों के सामने भी जाके खुदा के सुसमाचार को फैलाने के लिए खुदा ने इस्तेमाल किया. പിന്നീട് CMC വെല്ലൂർ ചെന്നപ്പോൾ ലാംഗ്വേജ് ആയിരുന്നു അവിടുത്തെ മെയിൻ ഒരു ബാരിയർ. और जैसे कि CMC वेल्लूर में जब मैं पहुंची तो वहां पे दूसरी सबसे बड़ी रुकावट थी कि वहां पे भाषाओं को मैं नहीं जानती थी. പക്ഷേ ഈ ലിമിറ്റേഷൻസ് ഒന്നും ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ ഒരു തടസ്സമേ അല്ലായിരുന്നു. लेकिन देखिए ये कोई भी लिमिटेशन खुदावंद के सामने अपने काम के लिए इस्तेमाल करवाने के लिए, खुदा के लिए कोई रुकावट नहीं थी. അതുകൊണ്ട് നമ്മൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഉള്ളിൽ ഒരു ഡിസയർ വേണം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ. അതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആരെ വേണേലും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. देखिए इसलिए हमको हमारे कमियों के बारे में ही नहीं सोचना है, बल्कि हमको सोचना है और हमारे दिल में ख्वाहिश रखनी है खुदावंद के वचन को फैलाने के लिए. बाकी जो काम है वो खुदावंद करेगा. നമ്മളൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ദൈവത്തിന്റെ കയ്യിലുള്ളത്. ദൈവമാണ് നമ്മളെ ഉപയോഗിക്കുന്നത്. और हमको अपने आप को एक हथियार की तरह ही समझना है, एक इंस्ट्रूमेंट की तरह जो कि खुदावंद के हाथ में है और उसका इस्तेमाल जो है खुदावंद करता है, ऐसे समझना है. ഞാനിപ്പം ഒരു പെൻ യൂസ് ചെയ്ത് നല്ലൊരു സ്റ്റോറി എഴുതിയിരിക്കട്ടെ. अब समझ के देखिए, मैंने एक कलम लेके एक अच्छा सा एक कहानी लिखा. അപ്പം നിങ്ങൾക്ക് എല്ലാ സ്റ്റോറി വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആരെയായിരിക്കും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്? अब देखिए आपने वो कहानी को पढ़ा और आप बड़े खुश हुए, तो आप जाके किसको अच्छा बोलेंगे? ആ എഴുതിയ ആളെയാണ്, അല്ലാതെ ആ പെണ്ണിനെ അല്ല. देखिए आप कभी भी कौन से कलम से लिखा उस कलम की महिमा नहीं करेंगे, बल्कि जिसने लिखा उसके बारे में अच्छा सोचेंगे. അതുപോലെ നമ്മൾ ദൈവത്തിന്റെ കരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു പെൻ പോലെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. ദൈവമാണ് നമ്മളെ ഉപയോഗിക്കുന്നത്. और देखिए इसी प्रकार से हम भी खुदावंद के हाथ में एक कलम के जरिए या फिर एक उपकरण के जरिया ही है हम, और खुदावंद ही जाके हमको इस्तेमाल करते हैं. നമ്മുടെ പൊതുവെ ദൈവ മക്കളുടെ ഇടയിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഓപ്ഷണൽ പാർട്ട് മാത്രമാണ് ഗോസ്പൽ ഷെയറിംഗ് എന്ന്. देखिए कई बार मसीही लोग ऐसे सोचते हैं कि मसीही जिंदगी में सिर्फ एक ऑप्शन है कि चाहे तो सुसमाचार बोलो, नहीं तो जरूरत नहीं है. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ആയ പാസ്റ്റേഴ്സ്, മിഷണറീസ് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഗോസ്പൽ ഷെയർ ചെയ്യേണ്ടതെന്നാണ്. और हम कई बार ऐसे सोचते हैं कि जो कि पासवान लोग होते हैं और मिशनरी लोग होते हैं, उनका काम है कि सुसमाचार को दूसरों को बताना. പക്ഷേ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ, इट इज द रिस्पॉन्सिबिलिटी ऑफ एवरी चाइल्ड ऑफ गॉड. देखिए लेकिन जब खुदावंद के वचन को हम पढ़ते हैं तो वहां पे हमको यूं समझाया जाता है कि ये एक ऑप्शन नहीं है कि हमको चाहे तो करें, बल्कि ये एक जिम्मेदारी है जो हमें निभानी है. It is a commission given by Jesus Christ and it should be a core part of every believer's life. देखिए ये खुदावंद यीशु मसीह ने खुद एक आज्ञा के रूप में हमको बताया गया बात है कि हम खुदावंद के सुसमाचार को फैलाएं. നമ്മൾ ഇൻഫാക്ട് നമ്മൾ ഈ ലോകത്ത് ദൈവം വെച്ചിരിക്കുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ പേർപ്പസസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ അറിഞ്ഞ ഈ സത്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. देखिए खुदावंद ने हमको इस दुनिया में इसलिए ही रखा है कि हम खुदावंद की सच्चाई को दूसरों तक पहुंचा पाए. ജോൺ വെസ്ലി എന്ന് പറഞ്ഞിട്ടൊരു ദേവദാസനുണ്ട്. जॉन वेस्ली नामक एक खुदावंद के खादिम हैं. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, और उनके जुबान से एक ऐसी बात बोली गई है, every man with Christ is a missionary and every man without Christ is a mission field. देखिए उन्होंने कहा है कि जो भी इंसान ये दुनिया में मसीह के साथ है वो एक मिशनरी है, और जो इंसान मसीह के साथ नहीं है वो एक मिशन फील्ड है जहाँ पे खुदा के साथ रहने वाला जाके अपना काम करे. നിങ്ങൾ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിഷണറിയാണ് നിങ്ങൾ, അതിൽ ഒരു സംശയമില്ല. और वो कहते हैं कि अगर आप एक मसीही हो तो जरूर आप एक मिशनरी ही हो. അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ക്രിസ്തുവിലല്ലാത്ത വ്യക്തികളെല്ലാം നിങ്ങളുടെ മിഷൻ ഫീൽഡുമാണ്. और देखिए जो लोग तुम्हारे आजू बाजू में हैं, जो मसीह को नहीं जानते हैं, वही लोग पूरे आपके मिशन फील्ड हैं करके ये कहने का मतलब है.
ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും ദൈവം ഒരു മിഷൻ തന്നിട്ടുണ്ട്. और खुदावन के लोग हम जो हैं, हमको सबको खुदावन ने एक मिशन दिया है. അതിന് നമ്മൾ ദൂരെ എങ്ങും പോകണ്ട. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന എവിടെയാണോ അവിടാണ് നമ്മൾ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. और देखिए, जहाँ कहीं पे खुदावन ने हमको रखा है वो जगह में हमको अपना जो मिशन है वो पूरा करना है. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഒരു ഡിസ്റ്റന്റ് മിഷൻ ഫീൽഡിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. और हो सकता है कि आप में से सभी लोग जो है दूर दूर शायद नहीं जा पाएंगे. But that doesn't mean that we don't have a mission. और इसका मतलब ये नहीं होता कि आप दूर दूर नहीं जा पा रहे हैं करके आपको कोई मिशन नहीं है. നമുക്ക് ചുറ്റും ദൈവം ആൾക്കാരെ വെച്ചിട്ടുണ്ട്, ഈ ജീസസിനെ കുറിച്ച് അറിയാൻ ആൾക്കാരെ. और देखिए, ऐसा है कि खुदावन ने हमारे चारों ओर ऐसे कई सारे लोगों को रखे हैं जो कि यीशु मसीह को नहीं जानते हैं. ആ ആളുകളോടൊക്കെ ഈ സത്യം അറിയിക്കാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. और उन लोगों को ये सच्चाई समझाना ये एक हमारी जिम्मेदारी बनती है. നമ്മളെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിലാക്കി വയ്ക്കും. നമ്മളവിടെ പോകുന്നത് ജോലി, എഡ്യൂക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിനായിരിക്കും നമ്മൾ അവിടെ എത്തുന്നത്. ബട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഡിഗ്രി ഏൺ ചെയ്യുക അല്ലെ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനുപരിയായിട്ട് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പേർപ്പസ് ഓഫ് കീപ്പിംഗ് അസ് ദേർ is to represent Jesus Christ. अब देखिए, हो सकता है कि हमारे जिंदगी के एक एक दौर में शायद हम पढ़ाई के लिए कोई जगह में हो, शायद हम काम के लिए कोई जगह में हो, और ये सभी ऐसे अलग अलग दौर में हम जहाँ कहीं पे भी हो, हमको समझना चाहिए कि खुदा ने हमको एक एक जगहों में इसलिए रखा कि खुदावन के वचन को हम जहाँ पे भी है वहाँ पे हम फैला सके. അതിന് ജോലി, എഡ്യൂക്കേഷൻ ഇതെല്ലാം ഒരു മുഖാന്തരം മാത്രമാണ്. और काम, पढ़ाई, ये सब जो है एक जरिया ही होता है. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാരോടൊക്കെ ദൈവജനം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അവരിതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുമോ, ആരെങ്കിലും കേൾക്കുമോ, നമുക്ക് വെറുതെ കഷ്ടപ്പെടാമെന്നേ ഉള്ളൂ എന്നൊക്കെ. और हो सकता है कि हम सोचेंगे कि आजकल के दुनिया में किसको ये खुदावन के वचन को बता के क्या फायदा है, कौन सुनने वाला है, ऐसा सब हो सकता है हमारे में एक विचार आए. നമുക്ക് അറിയാം, there are only 3 possibilities when we share the gospel. 3 പോസിബിലിറ്റീസേ ഉള്ളൂ ഒരാളോട് നമ്മൾ ഗോസ്പൽ ഷെയർ ചെയ്യുമ്പോൾ. लेकिन हमको समझना है कि हम किसी से अगर गॉस्पल बोलेंगे तो सिर्फ 3 ही ऑप्शन आता है उसके नतीजे के रूप में. അതിൽ ഒന്നെന്ന് പറയുന്നത് the person can accept Jesus Christ. उसमें पहला होता है कि या तो वो बंदा हमारे सुसमाचार को सुन के मसीह को अपना जिंदगी में स्वीकार करे. രണ്ടാമത്തേത് we are planting a seed. और दूसरा हो सकता है कि उसने तब स्वीकार नहीं किया लेकिन उसके दिल में हमने एक बीज बोया. അതിൽ മൂന്നാമത്തേത് the person can reject Jesus Christ. और तीसरा हो सकता है कि वो बंदा यीशु मसीह को स्वीकार ना करे. അപ്പോൾ നമ്മൾ ഗോസ്പൽ ഷെയർ ചെയ്യുമ്പോൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നേ സംഭവിക്കത്തുള്ളൂ. और ऐसे में जब हम गॉस्पल शेयर करते हैं तो ये 3 बात में एक बात ही होता है. ഇതിലെ ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് the person can accept Jesus Christ. जैसे कि हमने कहा कि उसमें एक पहला ऑप्शन है, हो सकता है कि वो बंदा यीशु को स्वीकार करे. ഈ ഫസ്റ്റ് പോസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ആ പേഴ്സൺ നമ്മൾ പറയുന്ന ഉടനെ തന്നെ ജീസസ് ക്രൈസ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാം. जैसे कि उसने सुसमाचार को सुना और तुरंत उसने यीशु को स्वीकार कर लिया. അതൊരു ഗെയിനിങ് സിറ്റുവേഷൻ അല്ലേ? ഒരാള് ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടാല് തീർച്ചയായിട്ടും അതൊരു ഗെയിനിങ് സിറ്റുവേഷനാണ്. अब देखिए, एक आत्मा का उद्धार होना उसका मतलब है कि वो एक लाभदायक सिचुएशन है. ഇനി സെക്കൻഡ് പോസിബിലിറ്റി എടുത്ത് നോക്കിയാല് വി ആർ പ്ലാന്റിംഗ് എ സീഡ്. अब देखिए, दूसरा जो मैंने कहा कि जब हम सुसमाचार कहेंगे तो हो सकता है कि उसने तब स्वीकार नहीं किया बल्कि उसके दिल में एक बीज बोया गया. അതും ഒരു ഗെയിനിങ് സിറ്റുവേഷനാണ്. अब देखिए, वो भी एक लाभदायक अवस्था है. കാരണം നമ്മൾ ദൈവവചനം അവരുമായി ഷെയർ ചെയ്തപ്പോൾ ഉടനെ അവർ റെസ്പോൺസ് ഒന്നും ചെയ്തില്ല, അവർ വെറുതെ കേട്ടിരുന്നു. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പറഞ്ഞ ആ വചനം അവരുടെ ഉള്ളിൽ ഒരു സീഡായിട്ട് കിടന്ന് പിന്നീട് അത് ഒരു ഫലം കഴിക്കാൻ ഇടയാവും. देखिए, हो सकता है भले हमने आज उनको सुसमाचार सुनाया और उन्होंने स्वीकार नहीं किया, लेकिन हमने जो सुसमाचार उनको बताया वो उनके दिल में एक बीज के समान बोते हुए आज नहीं तो कल वो एक फल लाएगा बढ़ के. അതും ഒരു ഗെയിനിങ് സിറ്റുവേഷനാണ്. और वो भी एक लाभदायक अवस्था ही है. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ the person can reject Jesus Christ. और तीसरा, जैसे कि मैंने कहा कि हो सकता है कि वो इंसान खुदा को स्वीकार ना करे ये सुसमाचार को सुन के. അതും ഒരു ഗെയിനിങ് സിറ്റുവേഷൻ ആയെന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. लेकिन खुदावन के वचन को जब हम पढ़ते हैं तो हमको समझ में आता है कि सुसमाचार बताने वाले के लिए वो भी एक लाभदायक अवस्था ही होता है. Luke chapter 6 verses 22 to 23. लूका सुसमाचार 6 का 22 और 23वां वचन അത് ഞാൻ വായിക്കാം. वो मैं पढ़ती हूँ. What blessings await you when people hate you and exclude you and mock you and curse you as evil because you follow the Son of Man. When that happens, be happy. Yes, leap for joy, for a great reward awaits you in heaven.
ഇവിടെ പറയുന്നത് നമ്മൾ ദൈവവചനം മറ്റുള്ളവരുമായി ഷെയർ ചെയ്താൽ, അല്ലെ ജീസസിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പം ആരെങ്കിലും നമ്മളെ റിജക്റ്റ് ചെയ്താൽ, നമ്മളെ ദേഷ്യപ്പെടുവോ ഇൻസൾട്ട് ചെയ്യുവോ, അല്ലെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ അവർ നമ്മളെ പെർസിക്യൂട്ട് ചെയ്യുവോ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഈസ് ദ റിവാർഡ് ഇൻ ഹെവൻ എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. देखिए यहाँ पे हम जब पढ़ते हैं तो हमको यूं समझ में आता है कि जब हम खुदा के कारण जब लोग हमारे लिए बैर रखेंगे या हमारी निंदा करेंगे, हमको निकाल देंगे या फिर हमारे नाम में कुछ बुरा भला बोलेंगे, तो यहाँ पे वचन कहता है कि उस दिन आनंदित होकर उछलना, क्योंकि देखो तुम्हारे लिए स्वर्ग में बड़ा प्रतिफल है करके वचन हमको सिखाता है. അതുകൊണ്ട് ഈ സുവിശേഷം പറഞ്ഞ് അത് എനിക്ക് കേൾക്കണ്ട, അല്ലെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടുവോ ഇൻസൾട്ട് ചെയ്യുവോ ചെയ്താൽ അതിന് നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. കാരണം അതിനും നമുക്ക് ഒരു ഗെയിൻ ഉണ്ട്. और देखिए अगर भले किसी इंसान ने सुसमाचार को सुन के उसको स्वीकार करने से मना कर दिया, देखिए तो भी वो एक लाभदायक अवस्था ही है, क्योंकि हमारे लिए जो खुदावन की तरफ से प्रतिफल है वो बहुत बड़ा होएगा. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഒരാളോട് ഗോസ്പൽ ഷെയർ ചെയ്യുമ്പം ഈ 3 പോസിബിലിറ്റീസിൽ എന്ത് സംഭവിച്ചാലും ഇറ്റ് ഈസ് എ ഗെയിനിങ് സിറ്റുവേഷൻ. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു നഷ്ടമുള്ള കാര്യമല്ല, ഇറ്റ് ഈസ് 100% ഗെയിൻ. और देखिए इसीलिए हमको जब भी सुसमाचार सुनाने की अवस्था होती है तो हमको ये समझ लेना चाहिए कि सुसमाचार सुनाते हुए कभी भी मैं जो है एक लोभदायक या नष्ट की अवस्था में नहीं होंगी. सुसमाचार बताने के बाद जैसे कि कहा स्वीकार करे ना करे या एक बीज बोया जाए, ये तीनों अवस्था जो है एक लाभदायक अवस्था होती है एक इंसान के लिए. സ്പർജൻ എന്ന് പറഞ്ഞൊരു പ്രീച്ചർ ഒരിക്കൽ പറഞ്ഞു, एक प्रचार करने वाला थे जिनका नाम था स्पर्जन. അദ്ദേഹം പറഞ്ഞത്, നമ്മളിപ്പം ആയിരക്കണക്കിന് ആൾക്കാരോട് ഓരോ വർഷവും സുവിശേഷം പറഞ്ഞു, പക്ഷേ ഒറ്റ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എത്തിയപ്പോൾ ഒറ്റ ഒരു വ്യക്തി മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞു. എന്നാൽ പോലും അത്രയും നാൾ നമ്മൾ ചെയ്ത ലേബറിൻ്റെ ഫുൾ റിവാർഡാണ് ആ ഒറ്റ ആത്മാവ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. കാരണം 1 soul is valuable than the whole world. അതുകൊണ്ട് ഒറ്റ ഒരാളെ രക്ഷിക്കപ്പെട്ടുള്ളൂ നമ്മൾ ഒത്തിരിയും പേരോട് പറഞ്ഞിട്ടും എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും നിരാശപ്പെടല്ല. ആ ഒറ്റ ആത്മാവ് फुल रिवॉर्ड ആണ് एक्चुअली നമ്മൾ ചെയ്ത ലേബറിന്റെ. अब देखिए उन्होंने ऐसा कहा कि समझो कि आपने कहीं सारे हजारों लोगों को सुसमाचार सुनाया आपकी जिंदगी में, लेकिन आपकी जिंदगी के अंत में ऐसा हो गया कि आपके ये पूरे सुसमाचार को सुन के सिर्फ एक ही बंदा खुदा में आया. लेकिन स्पर्जन बोलते हैं कि ये एक बंदा जो खुदा में आया उसके जरिए से आपका जो रिवार्ड है वो पूरी तरह से आपको वापस में मिल गया, क्योंकि खुदा के सामने एक आत्मा की कीमत जो होती है वो पूरे दुनिया से बढ़कर होती है. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ സത്യം അവരെ അറിയിക്കുന്നത് മാത്രം. നമുക്ക് ഒരിക്കലും ഒരാളുടെ ഹൃദയത്തിൽ ചെന്നിട്ട് അവരെ ട്രാൻസ്ഫോം ചെയ്യാനോ അല്ലെ ഇന്ന വഴി തന്നെ അവരെ ഫോഴ്സ് ചെയ്ത് നടത്താനോ കഴിയത്തില്ല. നമ്മുടെ ഡ്യൂട്ടി അല്ലെ ദൈവം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ സത്യം അവരെ അറിയിക്കുക എന്നത് മാത്രമാണ്. അവരാണ് ഈ പിന്നെ പരിശുദ്ധാത്മാവാണ് അവർ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് അവരെ ഈ വഴിയിൽ കൂടി നടത്തുന്നത്. अब देखिए हमारी जिम्मेदारी सिर्फ ये होती है कि खुदावन के सुसमाचार को दूसरों को बताए. हम किसी के भी दिल में जाके उनके अंदर कोई परिवर्तन नहीं ला सकते हैं. तो वो तो काम होता है कि खुदावंद के पवित्र रूह का के उनके दिलों को बदले. तो हमारा काम है कि सुसमाचार को बताएं. നമ്മൾ യൂഷ്വലി ഗോസ്പൽ ഷെയറിങ്ങിനെ ഒരു ബേർഡനായിട്ട് എടുക്കും. അയ്യോ ഇത് ഞാൻ ചെയ്താലേ പറ്റുമല്ലോ, വേറെ നിവർത്തിയില്ല. പക്ഷെ അങ്ങനെയല്ല നമ്മൾ അതിനെ ചിന്തിക്കേണ്ടത്. അതൊരു പദവിയാണ്. ഇറ്റ് ഈസ് എ പ്രിവിലേജ്. हमारे जिंदगी में कई बार हम ऐसे सोचते हैं कि सुसमाचार को सुनाना बोले तो वो बहुत एक बोझ भरी बात है, लेकिन हमको ये समझना है कि ये एक भाग्य है कि हमको एक ऐसा अवसर मिल रहा है. കാരണം ഇറ്റേണൽ ഡിസ്ട്രക്ഷൻ, നിത്യമായ നാശത്തിലേക്ക് പോകുന്ന ആളുകളോട് ഇതാകുന്നു ശരിയായ വഴി എന്ന് കാണിച്ചു കൊടുത്ത് അവരെ ആ വഴി നടത്തുക എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല, അതൊരു പ്രിവിലേജാണ്. ദൈവം നമുക്ക് തന്നെ ഒരു പ്രിവിലേജ് അല്ല, നമ്മൾ ദൈവത്തിന് ചെയ്യുന്ന എന്തോ ഒരു കാര്യമല്ല. देखिए हमको ये समझना है कि जो इंसान ऐसे चल के नाश की ओर जाके जो डूबने वाले हैं, उन लोगों को ये जो रास्ता तुम जा रहे हो वो गलत है, बल्कि एक अच्छा रास्ता इधर से है जो कि तुमको रक्षा प्राप्त करने के लिए है, वो बताना एक बहुत ही अहम भरी बात होती है. ഏഞ്ചൽസിന് പോലും കിട്ടാത്ത ഒരു പ്രിവിലേജ് ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. और वचन हमको यूं सिखाता है कि ये जो भाग्य है ऐसे लोगों को सही रास्ता के सुसमाचार के जरिए से सुनाना जो है, फरिश्तों को भी ये नहीं दिया गया है ऐसा अवसर. ये अवसर और ये भाग्य सिर्फ इंसान को दिया गया है. 1 Peter chapter 1 verses 12 പറയുന്നത്,
पहला पत्रोस का पत्री 1:12 में यूं लिखा हुआ है, They were told that their messages were not for themselves but for you, and now this good news has been announced to you by those who preached in the power of the Holy Spirit sent from heaven. It is also wonderful that even the angels are eagerly watching these things happen. ഇതിൽ പറയുന്നത് ഏഞ്ചൽസ് പോലും ഈ ഗോസ്പൽ വളരെ അമേസിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവർ പോലും ഇതിൽ ഈ ഗോസ്പൽ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗോസ്പലിലോട്ട് വളരെ വളരെ വലിയ കാര്യമായിട്ടാണ് അവർ പോലും ഇത് നോക്കി കാണുന്നത്. देखिए ये वचन को जब हम पढ़ते हैं तो हमको यहाँ पे ये समझ में आता है कि जो सुसमाचार हमारे द्वारा पवित्र आत्मा के द्वारा हमसे जो बोली जाती है वो कितनी अहम है करके देखिए कि फरिश्ते तक स्वर्ग से इस सुसमाचार की तरफ ध्यान से सुन के उस पर लालसा रखते हैं करके वचन सिखाता है. ഞാനൊരു ഇമാജിനറി സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഏഞ്ചൽസ് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളല്ലേ ജീസസിൻ്റെ ബർത്തിനെ കുറിച്ച് ലോകത്ത് വന്ന് പറഞ്ഞത്, അതുപോലെ ഇനി ഞങ്ങൾ തന്നെ ഈ ഗോസ്പൽ യേശു പാപികൾക്ക് വേണ്ടി മരിച്ച കാര്യവും ഞങ്ങൾ തന്നെ പോയി പറയട്ടെ എന്ന് ദൈവത്തോട് ഏഞ്ചൽസ് ചോദിക്കുക. देखिए मैंने एक इमेजिनरी एक भावना में लिखी हुई कहानी को सुना है कि फरिश्तों ने एक बार जाके खुदा से पूछा कि यीशु मसीह के जन्म का जो सुसमाचार था वो तो हमने फैलाया ना, तो फिर एक काम करें कि उनकी मृत्यु से जो लाभ हुआ वो सुसमाचार भी हमको ही फैलाने दो. അപ്പം ദൈവം അവരോട് പറഞ്ഞത്, तो खुदा ने फरिश्तों से इस प्रकार से उत्तर दिया, ഇല്ല, ഇത് ഈ റെസ്പോൺസിബിലിറ്റി അല്ലെ ഈ ഒരു പ്രിവിലേജ് ഞാൻ നിങ്ങൾക്കല്ല തന്നിരിക്കുന്നത്. യേശു പറഞ്ഞത്, എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളെ ഞാൻ ഈ ലോകത്താക്കി വെച്ചിട്ടുണ്ട്, അവർക്കാണ് ഞാൻ ഈ പ്രിവിലേജ് കൊടുത്തിരിക്കുന്നതെന്നാണ്. देखिए तब खुदा ने फरिश्तों को ऐसे कहा कि ये जो सौभाग्य है वो मैंने फरिश्तों को मैं इसलिए नहीं दूंगा क्योंकि मसीह ने कहा कि मेरे लहू से छुड़ाए गए कुछ लोगों को मैंने दुनिया में रखा है और उन्हीं लोगों को जाके मैं ये सौभाग्य दूंगा कि ये सुसमाचार को वो दूसरों तक लेके जाए. മലയാളത്തിൽ ഒരു സോങ് ഉണ്ട്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. देखिए मलयालम में ऐसा एक गीत भी है कि फरिश्तों को तक ऐसा सौभाग्य नहीं कि सुसमाचार को फैलाएं, और वो सौभाग्य खुदा ने मेरे को दिया कि उनके सुसमाचार को मैं फैला पाऊं. നമുക്കറിയാം ഒരു വേൾഡ്ലി സക്സസ്, എന്തെങ്കിലും ഒരു വേൾഡിൽ ഈ ലോകത്ത് എന്തെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തെത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേൾഡ്ലി സക്സസ് നമുക്ക് ഈ ലോകത്ത് കിട്ടിയാൽ നമുക്കറിയാം അതൊരു ടെമ്പററി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് താൽക്കാലികമായിട്ടുള്ള കാര്യം. നമ്മൾ മരിക്കുന്നതോടുകൂടി ആ ഒരു പദവി, ആ ഒരു സന്തോഷം തീരും. എങ്കിൽ പോലും നമുക്ക് എത്രമാത്രം സന്തോഷമാണ് ആ ഒരു സക്സസിൽ ഉണ്ടാകുന്നത്. देखिए ये दुनिया में हम जानते हैं कि हमारी जिंदगी में जब भी कोई सफलता होती है हम जानते हैं कि वो कुछ पलों के लिए है या फिर हमारी मृत्यु के बाद दुनिया की सफलता जो है खत्म हो जाती है. फिर भी देखिए एक छोटी सफलता दुनिया में होने पर हम कितने खुश होते हैं. അങ്ങനെ ആവുമ്പോൾ ഗോസ്പൽ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഇറ്റേണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ऐसा है तो हमें समझना चाहिए कि सुसमाचार जब हम फैलाते हैं तो उसका अनुभव जो है इस दुनिया में खत्म होने वाली नहीं है बल्कि अनंत के लिए वो होता है. അപ്പോൾ നമ്മൾ എത്രമാത്രം അധികം സന്തോഷിക്കണം ആ ഒരു പ്രിവിലേജ് ദൈവം നമുക്ക് തരുമ്പോൾ. और ऐसा है तो ये सुसमाचार को फैलाने के लिए खुदा ने हमको ऐसा सौभाग्य दिया करके हम कितना ही खुश हो जाएं. WHO ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് ഓരോ മിനിറ്റിലും 100-ലധികം ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. देखिए वर्ल्ड हेल्थ ऑर्गेनाइजेशन का एक स्टैटिस्टिक्स ऐसा है कि एक मिनट में 100 से अधिक लोग मर रहे हैं दुनिया में. നമുക്ക് ആർക്കും അറിയത്തില്ല നമുക്ക് എത്ര നാൾ ഈ ലോകത്ത് ആയുസ്സുണ്ടെന്ന്. और हम में से कोई भी नहीं जानते कि इस जगत में और हम कितने दिनों तक रहेंगे. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കും എത്ര നാൾ ആയുസ്സുണ്ടെന്നുള്ള കാര്യം നമുക്കൊരു വ്യക്തതയില്ല. और हम नहीं जानते कि हमारे चारों और जो लोग जी रहे हैं वो भी कितने साल और जिएंगे. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ ജീവിതം അവസാനിക്കുന്നതോടുകൂടി നമുക്ക് ഗോസ്പൽ ഷെയർ ചെയ്യാനുള്ള അവസരം അവസാനിക്കും. നമ്മുടെ ചുറ്റിനുള്ള ആളുകൾക്ക് ഗോസ്പൽ കേൾക്കാനും അതനുസരിക്കാനുമുള്ള അവസരവും അവരുടെ ജീവിതം കഴിയുന്നതോട് കൂടി അവസാനിക്കുകയാണ്. देखिए एक इंसान के मृत्यु के बाद हमको ये समझना होता है कि जैसे कि अगर हमारी मृत्यु हो गई तो सुसमाचार सुनाने का हमारे को जो अवसर दिया गया था वो अब खत्म हो गया है. उसी प्रकार जितने लोग हमसे सुनने वाले थे अगर उनकी मृत्यु हो गई तो उनको भी सुनने का अवसर खत्म हो गया है. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ അവരും ജീവിച്ചിരിക്കുന്ന ഈ സമയമാണ്. और इसीलिए सबसे अच्छा जो समय सुसमाचार बताने का ये है कि ये जो समय जब हम भी जिंदा हैं वो भी जिंदा हैं. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ വളരെ തക്കത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. और इसीलिए जो समय खुदा ने हमको दिया है वो बहुत ही बुद्धि के साथ हम उसका इस्तेमाल करें. ഞാനൊരു പോയം വായിച്ചിട്ടുണ്ട് ഒരു ബുക്കിൽ. और मैंने एक कविता इस प्रकार से एक बुक में पढ़ा है. അതിൽ പറയുന്നത് ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം യേശുവിനെ ഒന്നും അറിയാതെ ജീവിച്ച് യാതനാ സ്ഥലത്തോട്ട് പോയി.
वहाँ पे उस कविता में इस प्रकार से लिखा हुआ है कि एक दोस्त था जिसने खुदावंद को ना जाना और उस पीड़ा होने वाले जगह में वो पहुंचे। അദ്ദേഹത്തിന് ഭൂമിയിലായിരുന്ന സമയത്ത് ജീസസിനെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. और ये जो आदमी जो कि पीड़ा के जगह में मरने के बाद पहुंचा, इस आदमी को एक दोस्त था दुनिया में जो कि यीशु को जानता था। അപ്പൊ ഈ യാതനാ സ്ഥലത്ത് കിടക്കുന്ന സമയത്ത് ആ ഫ്രണ്ടിനോട് അദ്ദേഹത്തിന്റെ ഗ്രീഫ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പോയമാണിത്. और ऐसे में ये जो उस पीड़ा के जगह में मरने के बाद ये बंदा गया, वो अपने दुनिया में जो मसीही दोस्त था उससे वो अपनी परेशानियों को बताता हुआ एक कविता है ये। ഈ പോയം ഇങ്ങനെയാണ് പറയുന്നത്. ये इस प्रकार से कहते हैं कविता में, മൈ ഫ്രണ്ട്, ഞാൻ ഇപ്പോൾ ഈ ജഡ്ജ്മെന്റിൽ അതായത് ന്യായവിധിയിൽ നിൽക്കുകയാണ്. वो कहते हैं कि मेरे दोस्त, ये आप देखें कि मैं यहाँ पे इस न्याय के जगह में खड़ा हूँ അതിന് ഉത്തരവാദി നീയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. और मैं आज यहाँ पे यूं पीड़ा में इसलिए हूँ कि इसकी जिम्मेदारी मैं आपको ही सौंपता हूँ. നമ്മൾ ഭൂമിയിലായിരുന്നപ്പോൾ ഡെയിലി ഒരുമിച്ച് നടക്കുമായിരുന്നു. क्योंकि जब हम जगत में थे तो मेरे दोस्त हम दोनों एक साथ चलते थे, പക്ഷെ ഒരിക്കൽ പോലും നീ എനിക്ക് ഈ വഴി കാണിച്ചു തന്നില്ല. लेकिन इतना साथ रहते हुए भी आपने कभी भी यीशु मसीह का रास्ता ये है करके मेरे को नहीं दिखाया. നിനക്ക് സത്യദൈവത്തെ പറ്റി വളരെ നന്നായിട്ട് അറിവുണ്ടായിരുന്നു. और मेरे दोस्त, तू अच्छी तरह से मसीह को जानता था, तू एक मसीही था, പക്ഷെ ഒരിക്കൽ പോലും നീ ആ ദൈവത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. लेकिन कभी भी तूने उस मसीह को उद्धारकर्ता के बारे में मेरे को नहीं बताया. അന്ന് എന്റെ നോളജ് വളരെ ഡിം ആയിരുന്നു. എനിക്ക് അധികം ഒന്നും കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. നിനക്ക് വളരെ എളുപ്പത്തിൽ എന്നെ സത്യത്തിലേക്ക് നയിക്കായിരുന്നു, പക്ഷെ നീ അത് ചെയ്തില്ല. और मेरी जो बुद्धि थी बहुत कम थी, उस समय में मेरी जानकारियां कम थी. हो सकता था कि तू बहुत ही आसान तरीके से यीशु के बारे में बता के मेरे को एक उद्धार के रास्ते में ला सकता था. നമ്മൾ ഭൂമിയിലായിരുന്നപ്പോൾ അനേക കാര്യങ്ങൾ സംസാരിക്കാനിടയായി. और वो दोस्त यूं कहते हैं आगे कि जब हम जगत में थे तो कहीं सारे बातों को हमारे बीच में हमने शेयर किया, പക്ഷെ ഒരിക്കൽ പോലും നീ സത്യം മാത്രം എന്നോട് പറഞ്ഞില്ലല്ലോ. लेकिन इतना होते हुए भी एक भी बार तूने ये सच्चाई को मेरे से बताना जरूरी नहीं समझा. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ കിടന്നത്, ഈ കിടന്ന ഈ യാതന അനുഭവിക്കാൻ ഇടയാകുന്നത്. और इसीलिए मेरे दोस्त अब जाके मेरी मृत्यु हो गई और मैं यहाँ पे इस पीड़ा के जगह में आ पड़ा हूँ. നമ്മുടെ ആരുടെയും ഫ്രണ്ട്സും റിലേറ്റീവ്സും പരിചയക്കാരും ഒന്നും നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ഒരിക്കലും ഇടയാകരുത്. मेरे भाइयों बहनों, देखिए, हमारे पहचान में, हमारे दोस्तों में, हमारे परिवारों में कोई भी आगे जाके उनकी मृत्यु के बाद हमारे बारे में ऐसे ना बोले. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ നമുക്ക് വളരെ വൈസായിട്ട് യൂസ് ചെയ്ത് മറ്റുള്ളവരെ ഈ സത്യം അറിയിക്കാം. और इसीलिए जो भी समय हमको मिल रहा है वो समय को हम बहुत अच्छी तरह से इस्तेमाल करते हुए हमारे इस अच्छे अवसर का पूरा इस्तेमाल करें. എസെക്കിയേൽ ചാപ്റ്റർ 33 വേഴ്സസ് 1 to 11, അതൊരു വലിയ പാസേജ് ആണ്, അത് വായിക്കുന്നില്ല. एजेकिएल चैप्टर 33 1 to 11, वहाँ पे यूं कहते हैं, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. हम उस पैसेज से बड़े फेमिलियर हैं. അവിടെ പറയുന്നത് ഒരു വാച്ച്മാന്റെ ഒരു ഡ്യൂട്ടിയാണ്. वहाँ पे एक रखवाली करने वाला एक इंसान का जो ड्यूटी है उसके बारे में कहते हैं. പണ്ടത്തെ കാലത്ത് വാച്ച്മാനെ അവര് കൺട്രിയുടെ ബോർഡറിൽ വാളുണ്ട്, ആ വാളിൽ നിർത്തുമായിരുന്നു. पुराने ज़माने में ऐसा हुआ करता था कि वॉचमैन्स को वो क्या करते थे, ऐसे बड़े बड़े फोर्ट हुआ करते थे. तो वो फोर्ट अपने देश के बॉर्डर पे जो शहरपनाहे बनाए जाते थे वहाँ पे उनको देखरेख के लिए रखा करते थे. അദ്ദേഹം ചെയ്യേണ്ടി എന്നു വെച്ചാൽ അവിടെ ആർമിയൊക്കെ ഈ കൺട്രിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പം അദ്ദേഹമാണ് ഈ കാഹള ഊതേണ്ടിയത്, അതായത് ട്രംപറ്റ് ബ്ലോ ചെയ്യേണ്ടത്. और देखिए, इस इंसान का काम ये हुआ करता था कि अगर दूसरे कोई राज्य से कोई अगर इनको अटैक करने के लिए आए तो वहाँ पे ट्रम्पट रखे हुए होते हैं, उसको वो फूंकते थे जोर से. അപ്പോൾ അവിടെ ആ കൺട്രിയിലുള്ള റെസിഡൻസ് എല്ലാം അവർ പ്രിപ്പയർഡ് ആയിരിക്കും. और उस प्रकार करने से ये हुआ करता था कि जिस राज्य के लोग हैं वहाँ पे वो लोग सब एक युद्ध के लिए तैयार हो जाते थे. അപ്പോൾ ഈ വാച്ച്മാന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരെ ഈ കാര്യം ഇൻഫോം ചെയ്യുക, അറിയിക്കുക എന്നത് മാത്രമാണ്. अब देखिए, ये शहरपनाह में जो वॉचमैन है उसका सिर्फ यही काम है कि वो तुरही को फूके और वहाँ के लोगों को जताए. ഈ ആർമിയുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത് അവിടുത്തെ ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. अब देखिए, ये इंसान ने ऐसा ट्रम्पट को तो फूका, लेकिन ये ट्रम्पट को सुनने के बाद ये युद्ध से बचने के लिए तैयार होना है, वो किसकी जिम्मेदारी है? वो वहाँ के लोगों की जिम्मेदारी होती है.
അവർ ഈ വാർണിംഗ്, അതായത് വാച്ച്മാൻ്റെ വാർണിംഗ് കേൾക്കാതെ അവർ സാധാരണ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ദോഷം വന്നാൽ അത് അവരുടെ മേലായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി. अब देखिए ये इंसान ने समझो कि गेटकीपर ने या वॉचमैन ने अपना ट्रम्पेट को फूका, लेकिन वहां के लोगों ने ये सुन के भी उसको नजरअंदाज कर दिया, तो देखिए इसका जिम्मेदारी किसके ऊपर है? उन्हीं लोगों के ऊपर होता है. പക്ഷേ മറിച്ച് ഈ വാച്ച്മാൻ ആർമി വരുന്ന കണ്ടിട്ടും അത് പറയാതിരുന്നാൽ ഈ ഇത്രയും സിറ്റിയിലെ ആ റെസിഡൻസിന്റെയും नाशത്തിന് ഉത്തരവാദി ആ വാച്ച്മാൻ ആയിരിക്കും. अब देखिए ऐसा आप समझे कि एक दूसरे देश का आर्मी जो है ये देश की तरफ अटैक करने के लिए आ रहा है, और ये देखते हुए भी अगर ये वॉचमैन ने वहां पे अपने ट्रम्पेट को नहीं फूका तो ये नाश जो इस राज्य में आएगा उसकी जिम्मेदारी किसके ऊपर है? वो इस वॉचमैन के ऊपर आती है. നമ്മളെയും ദൈവം ഓരോ സ്ഥലങ്ങളിൽ വാച്ച്മാനായിട്ടാണ് ആക്കി വെച്ചിരിക്കുന്നത്. ऐसा है तो हमें भी समझना है कि खुदावंद ने हमको भी एक एक जगह में इस वॉचमैन की तरह रखा हुआ है. നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് ഈ സത്യം അറിയിക്കുക, അല്ലെ അവര് വലിയൊരു ഡേഞ്ചറിലേക്കാണ് പോകുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി ജീസസ് ആണെന്നുള്ളത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. और इसी प्रकार जैसे कि ये इंसान वहां के लोगों को नाश आ रहा है बचो करके ये ट्रम्पेट के जरिए से बताते हैं, उसी तरह एक बहुत बड़ा नाश का दिन आएगा, उससे बचो करके कहलाने के लिए खुदावंद ने ये सुसमाचार हमको दिया है. ആ വാർണിങ്ങിനോട് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് ആ കേൾക്കുന്നവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. अब देखिए हमने जो कहा चेतावनी लोगों को दी और वो सुन के उसके ऊपर काम करना वो वहां के लोगों की जिम्मेदारी होती है. നമ്മുടെ വാർണിംഗ് അവർ കേട്ടില്ലെങ്കിൽ അവർക്കായിരിക്കും അവരുടെ നാശത്തിന്റെ ഉത്തരവാദിത്തം വരിക. अब देखिए हमने सुसमाचार को बताया लेकिन उन्होंने स्वीकार नहीं किया तो उनके नाश का जिम्मेदारी फिर उनको होगा. പക്ഷെ അവർക്ക് വരാൻ പോകുന്ന ഡേഞ്ചർ നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ അത് അവരോട് പറഞ്ഞില്ലെങ്കിൽ അവരുടെ നാശത്തിന് ഉത്തരവാദികൾ നമ്മളായി തീരും. लेकिन ऐसा भी है कि हमको ये सच्चाई मालूम है लेकिन हमने उनको वो नहीं बताया तो उनके नाश की जिम्मेदारी वो हमारे ऊपर होती है. എസെക്കിയേൽ ചാപ്റ്റർ 3 വേഴ്സസ് 11 പറയുന്നുണ്ട്, एजेकिएल चैप्टर 3 उसका 11वां वचन में यूं कहते हैं, Then go to your people in exile and say to them, this is what the sovereign Lord says, do this whether they listen to you or not. ഇവിടെ പറയുന്നത്, ഇവിടെ എസെക്കിയേലിനോട് പറയുന്നത്, ഞാൻ നിന്നെ അയക്കുവാണ്, നീ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറ, ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ എസെക്കിയേൽ ചെന്ന് ജനങ്ങളോട് പറയണം. പക്ഷേ അത് അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും നിന്റെ ഉത്തരവാദിത്തമാണ് അത് പറയാന്നുള്ളത്. देखिए यहाँ पे खुदावंद एजेकिएल से कहते हैं कि तू एक काम करना, मैं जो तुमको कहता हूँ वो जाके लोगों से कहो, और लोग सुने या ना सुने वो बात नहीं बल्कि तुम कहो करके खुदावंद उससे कहते हैं. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച പോലെ പോസിറ്റീവായ രീതിയിൽ അല്ലെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തെന്ന് വരില്ല. എന്ന് വെച്ച് ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോയില്ല. നമ്മൾ തുടർന്നും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത് ചെയ്യാം. और देखिए हो सकता है इसी प्रकार जब हम किसी से सुसमाचार से बताएंगे तो वो सुने या ना सुने, हो सकता है कि वो ना सुने, लेकिन वो सब देख के हमको थकना नहीं है बल्कि सुसमाचार को कहना ही है. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ ഉത്തരവാദിത്തം അത് വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കണം. അതിനായിട്ട് ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. और देखिए इसीलिए खुदावंद ने जहाँ कहीं पे आपको रखा है वहाँ पे खुदावंद के सुसमाचार को फैलाने की जिम्मेदारी हम अच्छी तरह से पूरा करें, और इसीलिए खुदावंद आप सब लोगों को मदद करें. അവസരം തന്ന ദേവദാസിനും ദൈവമക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. और मेरे को यहाँ पे ऐसा मौका दिया खुदावंद के दास को, खुदावंद के लोगों को मैं मेरा धन्यवाद देती हूँ. ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. और खुदावंद अपने वचन से आप सभी लोगों को आशीष और अनुग्रह दें. താങ്ക് യു.